ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന കോഴ്സാണ്. ഇഗ്നോയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ കോഡ്. ഈ കോഡ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് തന്നെ ചൂസ് ചെയ്യണം, എങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡെയിലി കോളേജിൽ പോയി വരേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നും ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം. സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണ്. ഇതിന് ഡ്യൂറേഷൻ വരുന്നത് PG ആണല്ലോ, അപ്പോൾ അത് 2 years ആണ് മിനിമം വാലിഡിറ്റി വരുന്നത്. മാക്സിമം വാലിഡിറ്റി വരുന്നത് 4 year ആണ്. മീഡിയം വരുന്നത് ഇംഗ്ലീഷിലാണ്. സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ വരും, ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു നെയിമിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ഒരു കോഴ്സ് സ്വകാര്യ സർക്കാർ മേഖലകളിലൊക്കെ ആശുപത്രിയുമായി അതുപോലെ ആരോഗ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ ഗുണനിലവാരമുള്ള വിദഗ്ധരെ വളർത്തിയെടുക്കുക, ഇതൊരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് AICTE വിദഗ്ധർ ചെയ്തിട്ടാണ്, വിദഗ്ധർ ചേർന്നുണ്ടാക്കിയ ഒരു കോഴ്സാണിത്. അതുപോലെ തന്നെ ഫ്രഷായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന, ഒരുപോലെ എടുക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണിത്. സോ ദെൻ ഇവിടെ വരുന്നത് ആരോഗ്യ മേഖലയിലുള്ള ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ലീഡർഷിപ്പ്, ആരോഗ്യ മേഖലയിൽ ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും ഈ കോഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുത്തൻ സാങ്കേതിക വിദ്യകളോ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ വെല്ലുവിളികളൊക്കെ പുത്തൻ സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ വെല്ലുവിളികളും മറ്റും റിസർച്ച് ചെയ്ത് കണ്ടെത്താനൊക്കെ കഴിയും, അത് സോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ രംഗത്തുള്ള ജീവനക്കാർ, അവരുടെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ അവരുടെ പണം, സാധനം, ഇതൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ മെഡിക്കൽ രംഗത്തുള്ള മോഡേൺ ഇൻവെൻട്രി അതൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും, അതുപോലെ തന്നെ രോഗികളും ഡോക്ടർമാരും മറ്റ് ജീവനക്കാരുമായിട്ട് അവരുമായിട്ടുള്ള ഒരു അവരെ തിരിച്ചറിഞ്ഞ് അവരുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് കെട്ടിട സൗകര്യങ്ങളും കൂടി ഹോസ്പിറ്റലുകളുടെയും മെഡിക്കൽ രംഗത്തുള്ള മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ഇതിനെ സാധിക്കും. അതുപോലെ രോഗങ്ങളെക്കുറിച്ചും അത് സമൂഹത്തിൽ പടർത്തുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുവാനോ, അത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് അത് റിസോൾവ് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കുവാനോ ഒക്കെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 10 ദിവസത്തെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതാത് റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വെച്ച് പറയപ്പെടുന്ന LSCയിൽ വെച്ച്, അതായത് സ്റ്റഡി സെൻറ്ററിൽ വെച്ച് നിങ്ങൾക്ക് 10 ദിവസത്തെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ ഒരു സ്റ്റഡി സെൻറ്ററിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ഇതിന് സാധ്യതയുള്ള റീജിയൻ സെൻറ്ററിലോ അതിൻ്റെ അണ്ടറിലുള്ള സ്റ്റഡി സെൻറ്ററിലോ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള 10 ദിവസത്തെ ക്ലാസ്സുകൾ ലഭ്യമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത്തരത്തിൽ എവിടേക്കാണ് ഓരോ ഈ പ്രാക്ടിക്കൽ നടത്തപ്പെടുന്നത് നോക്കാം. കേരളത്തിൽ ട്രിവാൻഡ്രത്ത് NIMS കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, ഇവിടെയാണ് കേരളത്തിൽ ഇത് നടത്തപ്പെടുന്നത്. അപ്പോൾ 10 ദിവസം ഇവിടെ നമ്മൾ അത് അറ്റൻഡ് ചെയ്യേണ്ടി വരും. മറ്റ് കേരളത്തിൽ ബാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി, പാസ്ഡ് ബാച്ചിലർ ഡിഗ്രി ഓഫ് മിനിമം 3 years ഡ്യൂറേഷൻ with at least 50% mark, 40% in case of candidates belong to reserved category as per the norms of Government of India. അപ്പോൾ മിനിമം 50% മാർക്ക് നിങ്ങൾക്ക് ഡിഗ്രി UG ഏത് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരുന്നാലും അതിൽ 50% നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ SC ST അല്ലെങ്കിൽ റിസർവ്ഡ് കാറ്റഗറി ആയിട്ടുള്ള അങ്ങനത്തെ അത്തരക്കാർക്ക് 45% ആണ് മിനിമം എലിജിബിലിറ്റി ആയിട്ട് മിനിമം മാർക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡിഗ്രിക്ക് നിങ്ങൾക്ക് റിസർവ്ഡ് കാറ്റഗറിക്കാർക്ക് 45% ഉണ്ടെങ്കിൽ കോഴ്സിന് അഡ്മിഷൻ എടുക്കാം. നോർമൽ കേസിന് 50% ഡിഗ്രിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കഴിയും. ഫീ സ്ട്രക്ചർ നോക്കൂ, നമ്മൾ
പറയുന്നത് പോലെ തന്നെ ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. സാധാരണ MBAക്കുള്ളതിനേക്കാളും ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നത് 16,000 രൂപയാണ് വരുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൽ 16,000-ൻ്റെ കൂടെ രജിസ്ട്രേഷനും ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീയും അടയ്ക്കേണ്ടതുണ്ട്. അത് 700 രൂപയാണ്. ഇത് എല്ലാ സെമസ്റ്ററിലും അടയ്ക്കേണ്ട, ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്രം. അപ്പോൾ 16,700 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ. സെക്കൻഡ് സെമസ്റ്ററിൽ 16,000. തേർഡ് സെമസ്റ്ററിൽ 20,000. ഫോർത്ത് സെമസ്റ്ററിൽ 18,000. ഇത്രയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആരാണ് എന്നുള്ളതും അവരുടെ ഇമെയിൽ ഐഡിയും ഇവിടെ നൽകിയിട്ടുണ്ട് ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻസ്. ഇനി ഈ ഒരു കോഴ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമുക്ക് എല്ലാ MBA കോഴ്സിനും ഫസ്റ്റ് ഇയറിൽ സെയിം കോഴ്സുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്ററിനും സെക്കൻഡ് സെമസ്റ്ററിനും അടക്കം MMBC 001 മുതൽ MMBC 014 വരെയുള്ള ഈ ഒരു സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും. ഫസ്റ്റ് സെമസ്റ്ററിൽ വരുമ്പോൾ MMBC 4, MMBC 5 ഇത് രണ്ടും പ്രോബ്ലം പേപ്പറാണ്, നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന MMBC 014-ഉം MMBC 010-ഉം ആണ് പ്രാക്ടിക്കലായി പ്രോബ്ലം പേപ്പർ കുറച്ച് അധികം ടഫുള്ള പേപ്പേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ മൊത്തം നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മുഴുവൻ അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ മുഴുവൻ ടോട്ടൽ MMBC 1 മുതൽ MMBC 14 വരെ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ് ആണ്. അതിൽ റിവിഷൻ ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, എല്ലാ നോട്ട്സ് ഉണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിലബസ് ഫുൾ കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും നിങ്ങൾക്ക് ഫുൾ തിയറി പേപ്പേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 4 തിയറി പേപ്പേഴ്സും അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ എന്താണ് നമ്മൾ ഒരു 10 ദിവസത്തെ പ്രാക്ടിക്കൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പ്രാക്ടിക്കലാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രൊജക്റ്റും ഉണ്ടായിരിക്കുന്നതാണ് തേർഡ് സെമസ്റ്ററിൽ. ഇനി ഫോർത്ത് സെമസ്റ്ററിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 5 തിയറി പേപ്പറും ഒരു ഇന്റേൺഷിപ്പും ആണുള്ളത്. അപ്പോൾ ഇന്റേൺഷിപ്പ് അതുപോലെ തന്നെ പ്രാക്ടിക്കല്, പ്രൊജക്റ്റ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആരാ പറഞ്ഞു തരിക? നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ നിന്നും റീജിയൻ സെൻറ്ററിൽ നിന്നും ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. എങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടുക? വാട്സപ്പ് ഗ്രൂപ്പ്, അവർ സ്റ്റഡി സെൻറ്റേഴ്സ് ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ച് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും, മെയിൽ അയക്കും. നമ്മുടെ റീജിയൻ സെൻറ്ററിൽ നിന്ന് വരുന്നത് അധികമായിട്ടും കാണപ്പെടുന്നത് മെയിലായിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ്. സ്റ്റഡി സെൻറ്ററാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റീജിയൻ സെൻറ്ററിൻ്റെയോ സ്റ്റഡി സെൻറ്ററിൻ്റെയോ അണ്ടറിലാണ് ചെയ്യാം. ഏതൊക്കെയാണ്? നമുക്ക് കേരളത്തിൽ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ കൊച്ചിൻ റീജിയൻ സെൻറ്റർ തന്നെയാണ് ഇതിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന സ്റ്റഡി സെൻറ്റർ. ഇനി നമുക്ക് ട്രിവാൻഡ്രം നോക്കാം. ട്രിവാൻഡ്രത്തും ഇതുപോലെ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ, അത് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്റർ മാത്രമാണ്. ഇനി വടകര നോക്കാം നമുക്ക്. വടകരയിലും ഇതേ സ്ഥിതി തന്നെയാണ്. വടകരയിലും ഇഗ്നോയുടെ റീജിയൻ സെൻറ്റർ മാത്രമാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാകാൻ വേണ്ടിയിട്ട് 3 കോളേജുകളിലാണ്, അതായത് വടകര, ട്രിവാൻഡ്രം, കൊച്ചിൻ. ഇവിടെ ഈ 3 റീജിയൻ സെൻറ്ററുകളിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെയാണ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ. നിങ്ങളുടെ തിയറി എക്സാംസ് നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന ജില്ലയിലുള്ള ഇന്ത്യയിലുള്ള ഏത് ജില്ലയിലായാലും ആ ജില്ലയിൽ 3-4 സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, എക്സാം സെൻറ്റേഴ്സ്. അതിലേതിലും നിങ്ങൾക്ക് തിയറി പേപ്പേഴ്സ് എഴുതാവുന്നതാണ്. എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വിളിച്ചറിയിക്കും, നിങ്ങളെ ഇൻഫോം ചെയ്യും. അത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തു തരും. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്തു തരുന്നതാണ്. അതിനുള്ള സർവീസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനോട് എല്ലാ സർവീസുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലാസ് ഉണ്ട്, അസൈൻമെന്റ് സപ്പോർട്ട് ഉണ്ട്, റിവിഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ക്ലാസ് മുഴുവൻ സിലബസ് ഫുൾ കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്ന ഈ 10 ദിവസത്തെ പ്രാക്ടിക്കൽ സെഷൻസ് ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് ട്രിവാൻഡ്രം ചൂസ് ചെയ്യാം. അതല്ല അത് മറ്റുള്ള നിങ്ങൾ ഈ ഒരു 24 സെൻറ്റേഴ്സിൽ നിന്നും ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ രജിസ്ട്രേഷന് ശേഷമാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡി സെൻറ്റേഴ്സിൽ നിന്നാണ് അതിൻ്റെ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക്
പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖലയിൽ MBA ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതും വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും സർവീസുകളും നമ്മൾ എഡ്യൂഫിക്സ് അക്കാദമി വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൂടുതൽ കോഴ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. താങ്ക്